രണ്ട് മാർപ്പാപ്പമാർ വന്നത് രണ്ടുപേരും സന്യാസ സഭകളിൽ നിന്നാണ്. സാധാരണ ഒരു കത്തോലിക്ക സഭയുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുൻപുണ്ടായിട്ടുണ്ടാവാം, സന്യാസ സമൂഹത്തിൽ നിന്ന് മാർപ്പാപ്പമാരുണ്ടാവുന്നത് വളരെ റെയറാണ്. ജെസ്യൂട്ടായിട്ടുള്ള ആളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് സാധാരണ ആരും പ്രതീക്ഷിക്കുന്ന ഒരു ഇതല്ല. ജെസ്യൂട്ട് സാധാരണ അവർ ബിഷപ്പുമാരോ കർദിനാളന്മാരോ മറ്റേ മാർപ്പാപ്പയാവുന്ന ആദ്യം അതൊരു വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്? അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ നിന്നുള്ള, അപ്പോൾ ഒരു കത്തോലിക്ക സഭ പോകുന്ന ഒരു ഇതിൽ വേറൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്? നമുക്ക് വൈദികരെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇടവക പട്ടക്കാരായ രൂപതാ വൈദികരും അതുപോലെ തന്നെ സന്യാസ വ്രതങ്ങൾ എടുത്ത സമർപ്പിത സമൂഹങ്ങളുടെ വൈദികരും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പി ജെയിംസ് സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം ജെസ്വിറ്റ് സഭാംഗമായ ഈശോ സഭാംഗമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം അഗസ്തീനിയൻ സഭയിൽ നിന്നുള്ള സമർപ്പിത സഭാംഗമായ ഒരാൾ ലിയോ 14 എന്ന പേരിൽ സ്ഥാനമേൽക്കുന്നു, മാർപ്പാപ്പയായി ഉയർത്തപ്പെടുന്നു. എന്നാൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെയും കത്തോലിക്ക തിരുസഭയിൽ കഴിഞ്ഞ 267 മാർപ്പാപ്പമാരുടെ ഗണം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇടവക പട്ടക്കാരായ രൂപത വൈദികരിൽ നിന്നുമാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഏതാനും ചിലർ പല സമയങ്ങളിലായി സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള വൈദികരും മാർപ്പാപ്പമാരായി ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബഹുസ്വരതയെയും അതുപോലെ തന്നെ കത്തോലിക്ക സഭ സമർപ്പിതരെയും അതുപോലെ ഇടവക പട്ടക്കാരായ വൈദികരെയും ഒരുപോലെ തന്നെയും ആശ്ലേഷിക്കുന്നു, ചേർത്ത് നിർത്തുന്നു. വ്യത്യസ്തതകൾ വലിയ അനവധിയുണ്ട്. കത്തോലിക്ക സഭ തന്നെയും വ്യത്യസ്തതകളുള്ളവയാണ്. എന്ന് പറഞ്ഞാൽ 24 വ്യക്തിസഭകൾ ചേരുന്നതാണ് കത്തോലിക്ക സഭ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഈ സഭാവിഭാഗങ്ങളിലെല്ലാം ഇടവകകൾ ഭരിക്കുന്നതിനു വേണ്ടി വികാരി അച്ഛന്മാരായി നിയമിക്കപ്പെടുന്ന ഇടവക പട്ടക്കാരായ രൂപതാ വൈദികരുണ്ട്. അവരോടൊപ്പം തന്നെയും വ്രതബദ്ധമായ ജീവിതം നയിക്കുന്ന, വ്രതബദ്ധമായ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാം. ബ്രഹ്മചര്യം, ഒപ്പം അനുസരണം, ഒപ്പം ദാരിദ്ര്യം എന്നിങ്ങനെ 3 വ്രതങ്ങളാൽ ബദ്ധിതരായി തീർന്നിരിക്കുന്ന വൈദികരും ഇപ്രകാരമുണ്ട് എന്നുള്ളത് സന്യാസ വൈദികർ എന്ന നിലയിൽ, സമർപ്പിത വൈദികർ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹാംഗമാണ്. ഞാൻ ഇടവക പട്ടക്കാരനായ വൈദികനല്ല. മറിച്ച് ഞാൻ സാധാരണ പേരെഴുതുമ്പോൾ ആന്റണി വടക്കേക്കര VC എന്ന് എഴുതാറുണ്ട്. ഞാൻ സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ്റെ അംഗമാണ് ഞാൻ. വിശുദ്ധ വിൻസെന്റ് ഡി പോളിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച വിൻസെൻഷ്യൻ സഭാംഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രകാരമുള്ള സഭകളൊക്കെയും സമർപ്പിത സമൂഹങ്ങളാണ്. ഈ സമർപ്പിത സമൂഹങ്ങളെല്ലാം ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭാവിഭാഗങ്ങളാണ്. വൈദികർക്ക് വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളും കാരിസങ്ങളും അനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം വ്യത്യസ്തങ്ങളായ സമർപ്പിത സമൂഹങ്ങളുള്ളത് എന്നും, ഒപ്പം തന്നെയും ഇപ്രകാരം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ പോലും ഈ 2 ഗണങ്ങളിൽ നിന്നുമുള്ള വൈദികർക്ക്, ബിഷപ്പുമാർക്ക്, കർദിനാളന്മാർക്ക് അർഹതയുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയും ലിയോ 14 മാർപ്പാപ്പ അഗസ്തീനിയൻ സമർപ്പിത സമൂഹാംഗമാണ് എന്നുള്ളത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്.